ഉമ്മൻചാണ്ടി കൈപിടിച്ച് കയറ്റിയ പല നേതാക്കളും താൻ പിന്നെ കണ്ടിട്ടില്ലെന്ന് ഭാര്യ മറിയാമ്മ ഉമ്മൻ. ഉമ്മൻചാണ്ടിയുടെ അഭാവം വല്ലാത്ത ശൂന്യത എന്നും മറിയാമ്മ ഉമ്മൻ 24-നോട് പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ പേരിൽ വീട് നിർമ്മിച്ച് നൽകണമെന്നാണ് തന്റെ ആഗ്രഹം എന്നും മകൻ ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി കൈപിടിച്ചു കയറ്റിയ യുവ നേതാക്കളോടാണ് മറിയാമ്മ ഉമ്മന്റെ പരിഭവം. മുതിർന്ന നേതാക്കൾ തന്നെ വന്നു കണ്ടെങ്കിലും യുവ നേതാക്കളിൽ പലരെയും പിന്നീട് കണ്ടിട്ടില്ല. അവർ കല്ലറയിൽ പോയിട്ടുണ്ടാകുമെന്നും മറിയാമ്മ ഉമ്മൻ പറഞ്ഞു. അവരെയാരെയും പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അവരെ ഈ ബിൻഗാമി എന്ന് അവരെ ഞാൻ കണ്ടിട്ട് ഓർക്കുന്നില്ല. പ്രായമായിട്ട് പിന്നെയും വന്നിട്ടുണ്ട്. ചെറുപ്പക്കാരായ നേതാക്കളൊന്നും. വിശ്വനാഥ് വന്നിട്ടുണ്ട്. വിശ്വനാഥ്. ഉമ്മൻചാണ്ടിയുടെ പേരിൽ വീടുകളും സ്കൂളുകളും നിർമ്മിക്കുകയാണ് തന്റെ ആഗ്രഹമെന്ന് മകൻ ചാണ്ടി ഉമ്മൻ MLA. ഒരു വീടിന്റെ നിർമ്മാണം പൂർത്തിയായതായും ഇന്നല്ലെങ്കിൽ നാളെ ഇടുക്കി കഞ്ഞിക്കുഴിയിലെ ഉമ്മൻചാണ്ടി കോളനിയിൽ പിതാവിന്റെ പേരിൽ സ്കൂൾ നിർമ്മിക്കുമെന്നും ചാണ്ടി ഉമ്മൻ 24-നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മ തന്ന ഒരു ഊർജ്ജമാണ് ഇത്രയും എത്തിച്ചിരിക്കുന്നത്. അതിലുള്ള സന്തോഷം വെച്ചാൽ ആദ്യത്തെ വീട് പൂർത്തിയായി കഴിഞ്ഞു. 50ഓളം വീടുകൾ തീർക്കണം എന്നുള്ളതിന്റെ ആഗ്രഹമാണ്. അതിലേക്ക് ഞങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 2-3 മാസത്തിനുള്ളിൽ പൂർത്തിയാകും വിചാരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ സംസാരിച്ചു തുടങ്ങും മുന്നേ മകൾ മറിയ ഉമ്മൻ വിങ്ങിപ്പൊട്ടി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതുവരെ അഡ്ജസ്റ്റഡ് ആകാൻ പറ്റിയിട്ടില്ല. കൂടുതൽ പറയാനൊന്നുമില്ല. 1-ാം ചരമവാർഷിക ദിനത്തിൽ 24-നോടൊപ്പം ഓർമ്മകൾ പങ്കുവെക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കുടുംബം. 24 തിരുവനന്തപുരം. ഉമ്മൻചാണ്ടിയുടെ വേർപാട്, അതിൽ ഒഴുകിയെത്തിയ ജനസഹസ്രങ്ങൾ, അവിടെ പുതുപ്പള്ളി വീട്ടിൽ കണ്ട പലതരം വിങ്ങിപ്പൊട്ടലുകൾ, അവിടുത്തെ റിപ്പോർട്ടിംഗ് ഒക്കെ ഇന്നലത്തെ പോലെ ഓർക്കുകയാണ്. ഒരു വർഷമായെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല.